നമസ്കാരം. കണ്ണടച്ചു തുറന്നപ്പോഴത്തേക്കും ഓണം ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ വീടും അടുക്കളയും കൂടെ ഒന്ന് ലുക്ക് മാറ്റിയെടുത്താലോ. ഓൺലൈനായിട്ട് ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഓരോ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയും പ്രൈസും ഒക്കെ നമുക്ക് കണ്ടും കേട്ടും നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ സമയം ഒട്ടും കളയണ്ട. ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള പൂവിൽ നിന്ന് തന്നെ തുടങ്ങാം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടുലിപ്പ് ഫ്ലവറിൻ്റെ സെറ്റാണ് കേട്ടോ ഇത്. ഇതൊരു സെറ്റിൽ 6 പൂക്കളാണേ ഉള്ളത്. ഞാനിത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണേ. ആദ്യം കരുതിയത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്ലവർ ആയിരിക്കുന്ന കരുത്. പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയലാണേ. ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒക്കെ ഒറിജിനൽ പോലെ നമുക്ക് തോന്നും. 232 രൂപയ്ക്ക് മീഷോ എന്നാണ് വാങ്ങിച്ചത്. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫുൾക്കാ ഗ്രിൽ സ്റ്റാൻഡ് വിത്ത് സ്റ്റീൽ ഹാൻഡിലുള്ളതാണ് വാങ്ങിച്ചത്. ഇതിന് അത്യാവശ്യം ചെറിയൊരു വെയിറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൽ എണ്ണയില്ലാതെ പപ്പടം ചൂടാം. അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമുക്ക് ചുട്ട് വേണം എടുക്കാം. അത്യാവശ്യം ചെറിയ കട്ടിയുള്ള ഹാൻഡിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിന് 189 രൂപയാണ് പ്രൈസ്. മീഷോ എന്നാണ് വാങ്ങിച്ചത്. അടുത്തത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും നീളമുള്ള ഒരു സ്പൂണ് കാണുന്നത്. സ്പൂൺ വിത്ത് സ്മൂത്ത് ലോങ് ഹാൻഡിൽ എന്നാണ് ഇതിൻ്റെ പേര്. കോക്ടെയിൽ, ജ്യൂസ് അതുപോലത്തൊക്കെ മിക്സ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചത് നല്ല നീളമുള്ള ഭരണിയിൽ അച്ചാറൊക്കെ ഇടുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 40 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ ഈ സ്പൂണ്. അത്യാവശ്യം കുറച്ച് വെയിറ്റും ഉണ്ട് ഇതിന്. 499 രൂപയാണ് പ്രൈസ്. ഇത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ, പ്രത്യേകിച്ചും പ്രായമുള്ളവർക്ക്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡോട് കൂടിയിട്ടുള്ള ടാബ്ലറ്റ് കട്ടറാണ് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ടാബ്ലറ്റൊക്കെ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാൻ ഇത് ഈസി ആയിട്ട് പറ്റും. സാധാരണ ടാബ്ലറ്റൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കത്തി വെച്ചൊക്കെയല്ലേ കട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും പോവാം. ഇതിൽ വെച്ച് കട്ട് ചെയ്ത് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ബോക്സിൽ ബാക്കിലോട്ട് ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് കൂടെ ഉണ്ട് കേട്ടോ. അധികം നമ്മൾ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ വരുന്ന ടാബ്ലറ്റൊക്കെ അതിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പം നമുക്കൊരു ടാബ്ലറ്റ് കട്ട് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഞാൻ ഈ ടാബ്ലറ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുവാണേ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ടാബ്ലറ്റ് രണ്ടായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടി. ഇനി വളരെ ചെറിയൊരു ടാബ്ലറ്റും കൂടെ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതാ കണ്ടില്ലേ, ആ ചെറിയ ടാബ്ലറ്റ് വളരെ കറക്റ്റായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ടാബ്ലറ്റിൻ്റെ ബാലൻസ് ദാ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഇതിന് 132 രൂപയേ ഉള്ളൂ. ട്രാവൽ ചെയ്യുമ്പോൾ കൈ കരുതാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത്. അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ജാപ്പനീസ് സ്റ്റൈലുള്ള ബൗൾ സെറ്റാണ്. ഒരു ബോക്സിൽ 2 എണ്ണമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ആദ്യത്തേത് നല്ല ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഫ്ലവർ ഡിസൈനുള്ള ബൗളാണ്. രണ്ടാമത്തെ ഇതുപോലത്തെ ബ്ലാക്ക് കളറിലെ ഡിസൈനുള്ള ബൗളും. 2 ബൗള് നല്ല ക്വാളിറ്റിയും നല്ല ഗ്ലോസി ഫിനിഷോടെയാണ് വന്നിട്ടുള്ളത്. 277 രൂപയാണ് പ്രൈസ്. ഇത് മൈക്രോവേവ് സേഫ് കൂടെയാണ്. കുപ്പിവള കളക്ഷനുള്ള എല്ലാവർക്കും നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. കുപ്പിവള മാത്രമല്ല എല്ലാ ടൈപ്പ് വളയും നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. ഒരു ബോക്സിൽ 4 സ്റ്റിക്കോടെയാണ് വന്നിട്ടുള്ളത്. ഈ സ്റ്റിക്കിലാണ് നമ്മൾ നമ്മുടെ വളയെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള വളയെല്ലാം പൊട്ടിപ്പോകാതെ പൊടിയൊന്നും പിടിക്കാതെ സൂക്ഷിച്ച് നമുക്ക് നമ്മുടെ ഈ ബോക്സിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ബോക്സ് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാതെ തന്നെ പുറത്തുനിന്ന് തന്നെ നമുക്കിത് എന്തൊക്കെ വളയുണ്ട്, എന്തൊക്കെ കളറാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള എല്ലാ വളയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. 4 കമ്പാർട്ട്മെൻറ്റുള്ള ഈ ബാങ്കിൾ ബോക്സിന് 199 രൂപയാണേ. ഓണമൊക്കെ വരെയല്ലേ, നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വർണ്ണത്തിൻ്റെ പാത്രം തന്നെ അങ്ങ് വാങ്ങിച്ചു. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രീമിയം സൂപ്പ് ബൗൾ അല്ലെങ്കിൽ സാലഡ് ബൗളാണ് കേട്ടോ. നല്ലൊരു ഗ്ലോസി ഗോൾഡൻ ഫിനിഷും നല്ല ഡിസൈനും ആണ് കേട്ടോ ഈ ബൗളിനുള്ളത്. ഞാനിത് ഓണത്തിന് നല്ല പായസം സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പാർ സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ കരുതിയേക്കുന്നത്. 426 ഇതിൻ്റെ പ്രൈസ്. മുല്ലപ്പൂ ഇല്ലെങ്കിൽ എന്ത് ഓണമല്ലേ, അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് മുല്ലപ്പൂ ഇങ്ങ് വരുത്തിച്ചു. ഇത് ഒറിജിനൽ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണേ. പക്ഷേ ഇതിൻ്റെ മണം, എൻ്റെ പൊന്നോ എന്നാ മണമാണെന്നറിയോ. എങ്ങനെ ഈ പ്ലാസ്റ്റിക് പൂവിന് ഇത്ര മുല്ലപ്പൂവിൻ്റെ മണം വരുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതൊരു 2 മുഴം പൂവുണ്ടേ. ഇതിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിടാനോ അല്ലെങ്കിൽ സ്ലൈഡ് കോർക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള 2 റിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് 184 രൂപയാണേ. പക്ഷേ ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മണമാണ്. അടുത്ത നല്ല ക്യൂട്ടായിട്ടുള്ള കുക്കി സ്റ്റോറേജ് കണ്ടെയ്നറാണ് കേട്ടോ. കൂട്ടത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡോട് കൂടിയാണ് വരുന്നത്. ഇത് ടിൻ മെറ്റീരിയലാണേ. ഇതിൻ്റെ ലിഡ് നല്ല എയർ ടൈറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം കുറച്ചൊന്ന് പിടിച്ചാലേ പുറത്തോട്ട് വരത്തുള്ളൂ. ഇതിലെ ഹാൻഡിലും നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡിലാണ്. നല്ല എയർ ടൈറ്റായ ലിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വെക്കുന്ന സാധനങ്ങൾ തണുത്ത് പോവുകയോ ഉറുമ്പ് കയറുകയോ ഒന്നുമില്ല. എനിക്ക് ജാറിൻ്റെ ഈ പ്രിൻ്റാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. നല്ല രസമല്ലേ കാണാൻ.
ഇതിന് ഭംഗിയുള്ളതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ, വരുന്നവരും പോകുന്നവരൊക്കെ ഇത് വന്ന് തുറന്നു നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് തുറന്ന് അതിൻ്റെ അകത്ത് എന്താണെന്ന് കാണാനുള്ള ഒരു കൗതുകം അവരുടെ മുഖത്ത് കാണുമ്പോൾ ഒരു രസമുണ്ട്. ഇതിന് 363 രൂപയാണേ. ഇനി ഇവനാണ് ഞങ്ങളുടെ വീട്ടിലെ പലഹാരപ്പെട്ടി. അടുത്തത് കുഞ്ഞി പിള്ളേർക്കൊക്കെ ഒരു കൗതുകം തോന്നുന്ന ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആണ് കേട്ടോ. ക്യാൻഡി ഷേപ്പിലുള്ള സെർവിങ് ബൗള്. ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. കാണാൻ തന്നെ നല്ല രസമല്ലേ. പിള്ളേർ സെറ്റൊക്കെ വീട്ടിൽ വരുമ്പം ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് നമ്മൾ നിറച്ച് വെച്ച് ഡൈനിങ് ടേബിളിൽ ഒന്ന് വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് അത് കാണുമ്പോൾ വളരെ കൗതുകം തോന്നും. 537 രൂപയാണ് പ്രൈസ്. ഇതൊരു സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ക്ലിയർ ഗ്ലാസ് സ്റ്റോറേജ് കണ്ടെയ്നർ വിത്ത് വുഡ് ലിഡ് ആണ് വന്നിട്ടുള്ളത്. ഒരു ബോക്സിൽ 3 എണ്ണം ആണേ ഉള്ളത്. അങ്ങനെ 2 ബോക്സ് ആണേ വാങ്ങിച്ചത്. 450 ml ആണ് കപ്പാസിറ്റി. ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. ബാംബു മെറ്റീരിയലാണ് ലിഡ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ 6 എണ്ണം ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഐശ്വര്യമായിട്ട് കുറച്ച് മധുരം തന്നെ ഇട്ട് വെച്ചു. കടല, പയറ്, പരിപ്പ് ഇതെല്ലാം നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ കൊള്ളാം കേട്ടോ. 999 രൂപയാണ് ഈ 6 എണ്ണത്തിനും ആയത്. അപ്പോൾ ഇന്നത്തെ പുതിയ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഏതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ പറയണേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്.